നമസ്കാരം. നമുക്ക് സ്കിൻ കെയറിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും വീട്ടിൽ സ്ഥിരം എന്നുള്ളത് പോലെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒന്നാണ് കടലമാവ്, അല്ലെങ്കിൽ കടലയുണ്ടല്ലോ, ചിക്പി എന്ന് പറയും, ഗ്രാം ഫ്ലോർ, ഇതൊക്കെ തന്നെ. ഇത് നമ്മൾ സ്കിൻ കെയറിലേക്ക് ഉപയോഗിക്കുന്ന പലപ്പോഴും പൊടി രൂപത്തിലാണ്, അതായത് ഗ്രാം ഫ്ലോറിൻ്റെ കടലമാവിൻ്റെ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. റാഫിലിൻ എന്നുള്ളൊരു ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ക്യാൻസർ റിസ്കിനെ തടയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിന്, അല്ലെങ്കിൽ ഡൈജഷൻ, ദഹനമൊക്കെ ഈസി ആക്കി നടത്തുവാനും ആരോഗ്യപരമായിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാലും ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് എപ്പോഴും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർ, നല്ല അമിതവണ്ണം ഉള്ളവർ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് ഒന്നാണ് ഈ കടല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഒരു കടലമാവ് തന്നെ ഉപയോഗിച്ചിട്ട് നല്ല വീട്ടിൽ തന്നെ മുഖത്തെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതും എക്സ്ഫോളിയേറ്റിംഗ് നാച്ചുർ ഉള്ളതാണ്. അതിന് ഒരു ആൽക്കലൈൻ പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അപ്പോൾ സ്കിന്നിന് വളരെ മാച്ചായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കടലപ്പൊടി എന്നുള്ളത്. ചിലർ മുൻപൊക്കെ തന്നെ നമ്മൾ സോപ്പിന് പകരം കടലപ്പൊടി, ചെറുപയർ പൊടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തലയിൽ ചെളി നീക്കം ചെയ്യാനോ അഴുക്കുണ്ടെങ്കിൽ കളഞ്ഞ് ഒരു ഷാമ്പു രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട്, കുറച്ചുകൂടെ നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് ക്രീം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ ഈ ഒരു ഫേസ് ക്ലെൻസിങ് ക്രീം എന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ ഫേസ് പാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒത്തിരി നാൾ ഫ്രിഡ്ജിലൊന്നും ഉപയോഗിച്ചാൽ സ്മെല്ലിന് വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് കടലമാവാണ് എടുത്തിട്ടുള്ളത്. കടലമാവ് തന്നെ ഒന്നുകൂടെ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കോട്ടൺ തുണിയിലൂടെ അരിച്ചെടുക്കുകയോ ചെയ്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചെറിയ ചെറിയ തരി പോലെയൊക്കെ ഉണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ അല്പം വൈറ്റമിൻ ഇ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഒഴിക്കുക. ഇനി ഓയിൽ ഒട്ടും വേണ്ടെങ്കിലും അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അതായത് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് സാഫ്രോൺ ആണ്. ഇവിടെ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ 100% പ്യുവർ കാശ്മീരി സാഫ്രോൺ, അതും തന്നെ ഗ്രേഡ് 1 സർട്ടിഫിക്കറ്റ് ഉള്ള സാഫ്രോൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒന്നാണ്, ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെ തോന്നിയിട്ടുള്ള വളരെ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തന്നാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ പാലിലിട്ട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇനി ഈ സാഫ്രോൺ തന്നെ ഞാൻ ഈ ഒരു ക്രീമിലേക്കും അല്പം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സാഫ്രോണിൻ്റെ തന്നെ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളും ബ്യൂട്ടി ബെനിഫിറ്റ്സ് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ക്രീമിലേക്ക് തന്നെ അല്പം കൂടെ നമ്മൾ അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റിന് ശേഷമൊക്കെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുറച്ച് സാഫ്രോൺ, കുറച്ച് റോസ് വാട്ടറിൽ കുതിർത്ത് വെച്ച് അതിലേക്ക് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു സാഫ്രോൺ ക്രീം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിൽ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ബാത്ത് പൗഡറും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിലും കടലമാവ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പിന്നെ വളരെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ തൽക്കാലം ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവർക്കിത് തൈരിന് കൂടെയൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. ഇനി ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അതിൽ അല്പം കൂടെ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് അല്പം തേനും അതുപോലെ അല്പം പാലും കൂടെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് പാൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. തിളപ്പിക്കാത്ത പാലോ അല്ലെങ്കിൽ പാൽപ്പാടയോ ഉപയോഗിക്കാം. ഓയിലി സ്കിന്നാണെങ്കിൽ നാരങ്ങ നീരും അല്ലെങ്കിൽ റോസ് വാട്ടറിലും ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഈ ഒരു പൗഡറിനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുഴച്ചിട്ട് ദേഹത്ത് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട്
ചെയ്യുന്നതും ഈ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതിന് വരെ നമുക്ക് നീറ്റാക്കി വെക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ പോഴ്സിനെ എല്ലാം തന്നെ ക്ലീൻ ആക്കാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ടും എപ്പോഴും ഒരു ക്ലെൻസിങ് ആക്ഷനാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് നന്നായിട്ട് ആ അഴുക്കൊക്കെ പോകുന്നതുകൊണ്ട് നല്ല ബ്രൈറ്റനായിട്ട് തോന്നാം. ഇനി വളരെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് വെയിലത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കരുവാളിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അല്പം തൈരിന് കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഇഫക്റ്റ് കിട്ടാറുണ്ട്. അപ്പം ഒട്ടും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ആണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അത് ആർക്കും, ഏത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകളെയൊന്നും ആശ്രയിക്കാതെ സമയം കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് നോക്കാം. കടലമാവ് നന്നായി സ്കിന്നിലേക്ക് വർക്കാവുന്ന ചിലർ സ്കിൻ ടൈപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട, ഇതന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റും നമുക്കില്ല, ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ, മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.